ഇടതുപക്ഷത്തെ ചില സാംസ്കാരിക പ്രമുഖരുണ്ട്. അവർ നാട്ടിൽ നടക്കുന്നതൊക്കെ കണ്ണടയ്ക്കും. എന്നിട്ട് ഈ ചിതറിത്തെറിക്കുന്ന ചില കാര്യങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ തെരഞ്ഞെടുപ്പിലേക്ക് വന്നിട്ട് പരസ്യമായി പിന്തുണയ്ക്കാൻ ഈ ആശാ വർക്കർമാർ ഇത്രയും ദിവസം കണ്ണീരുമായി തിരുവനന്തപുരത്ത് സമരം ചെയ്തപ്പോൾ ഇവരാരും പോയില്ലല്ലോ. ഞാൻ ഇടതുപക്ഷ സഹയാത്രികനാണ്. ഈ ഗവൺമെന്റിന്റെ കീഴിലുള്ള അക്കാദമിയുടെ ചെയർമാനാണ് ശ്രീ സച്ചിദാനന്ദൻ. ഞാൻ അദ്ദേഹത്തെ തൊഴുകയോടുകൂടി നമസ്കരിക്കും. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാട് ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടല്ല. പക്ഷെ അദ്ദേഹം ഒരു വ്യക്തമായ നിലപാടെടുത്തു. വ്യക്തമായ നിലപാടെടുത്തു. അദ്ദേഹത്തിന് എന്ത് രാഷ്ട്രീയമാണെങ്കിൽ ആയിക്കോട്ടെ. മല്ലിക സാരാഭായി LDF കലാമണ്ഡലത്തിന്റെ ചാൻസലറാക്കിയതാണ്. അവരൊരു നിലപാടെടുത്തു. അവരുടെയൊക്കെ രാഷ്ട്രീയം പറയാണ്, ഞങ്ങളുടെ രാഷ്ട്രീയമല്ല. പക്ഷെ ഞങ്ങൾ അവരെ അഭിനന്ദിക്കുകയും അവരുടെ മുന്നിൽ നമസ്കാരം പറയുകയും ചെയ്യും. സാറ ടീച്ചർ എന്തൊരു സ്ട്രോങ് സ്റ്റാൻഡായിട്ട് എത്ര പേരുണ്ട്. അന്നൊന്നും കാണാത്ത ആളുകളാണ് ഇപ്പൊ തെരഞ്ഞെടുപ്പായി ഇറക്കിയിരിക്കുക. തെരഞ്ഞെടുപ്പ് കേരളത്തിൽ ഒരു പ്രശ്നം വന്നാലും ഇവരൊന്നും കണ്ണുറക്കില്ല, ഇവരൊന്നും കാണൂല, കണ്ണടയ്ക്കും. LDF ഭരിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും കിട്ടണമെങ്കിൽ കിട്ടിക്കോട്ടെ, ഞങ്ങൾക്ക് വിരോധം. അല്ല, ആയിരിക്കാം. LDF-ഉം CPM-ഉം BJP-യും തമ്മിൽ ഒരു രഹസ്യ ബാന്ധവമുണ്ട്. സ്ഥാനാർത്ഥിയെ നിർത്തണ്ടെന്നാണ് അവർ ആദ്യത്തെ ചർച്ചയിൽ തീരുമാനിച്ചത്. രണ്ടാമത് അത് BJP-ക്കെതിരായിട്ട് വലിയ ആക്ഷേപമായി വന്നപ്പോൾ സ്ഥാനാർത്ഥിയെ നിർത്താൻ തീരുമാനിച്ചു. അപ്പൊ UDF വോട്ട് ബാങ്കിൽ വിള്ളൽ വരുത്താം എന്ന് കരുതിയിട്ടാണ് വന്നത്. ഒരു വോട്ടും ഞങ്ങളുടെ വിണ്ടുപോയില്ല. അതിന്റെ BJP വോട്ട് അല്ല, അവര് തമ്മിൽ ധാരണയുണ്ടല്ലോ, ചെയ്യാറുണ്ടല്ലോ സാർ. അതൊന്നും ഞങ്ങളുടെ ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് വിജയത്തെ ബാധിക്കില്ല. ഞങ്ങൾ ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തിൽ ഇവിടെ ചെയ്യും. അതൊക്കെ പൊളിറ്റിക്കൽ വോട്ടാണ്. ഞങ്ങൾക്ക് ചെയ്യുന്ന പൊളിറ്റിക്കൽ വോട്ടാണ്. ഞങ്ങൾക്ക് രാഷ്ട്രീയമായ പിന്തുണയ്ക്കുന്നവരാണ്. ഈ സർക്കാരിനെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഞങ്ങളുടെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത്. അതൊന്നും ഒരാൾ പോവില്ല. BJP-ക്ക് വോട്ട് ചെയ്തിട്ട് LDF-നെ ജയിപ്പിക്കാൻ ഞങ്ങളുടെ വോട്ട് ബാങ്ക് ആണെങ്കിൽ അവർ കൂട്ടുനിൽക്കില്ല. അത് നിങ്ങളല്ലേ തീരുമാനിക്കുക. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ ആ ചാപ്റ്റർ അടച്ച. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ 2 ചോദ്യം ചോദിക്കാം. നിങ്ങൾ 1 മണിക്കൂറൊക്കെ സംസാരിക്കാറുണ്ടല്ലോ. 2 ചോദ്യം നിങ്ങൾ ചോദിക്കാം അദ്ദേഹത്തോട്. ഞാൻ ചോദിക്കുന്നില്ല, നിങ്ങൾക്ക് ചോദിക്കാം. എന്തുകൊണ്ടാണ് രാജിവെച്ചത്? അദ്ദേഹം എന്തിനാണ് രാജിവെച്ചത്? ഞങ്ങളോട് ആലോചിച്ചിട്ടല്ല രാജിവെച്ചത്. സ്വന്തമായ തീരുമാനം രാജിവെച്ചു അല്ലെ? ഒരു തീരുമാനം ഉണ്ടാവല്ലോ. എന്നിട്ട് രാജിവെച്ച് ഈ തെരഞ്ഞെടുപ്പ് മുഴുവൻ അടിച്ചേൽപ്പിക്കപ്പെട്ടു. രാജ്യത്തിന് ചെലവ് അല്ലെ, നാടിന് ചെലവ്, രാഷ്ട്രീയ പാർട്ടികൾക്ക് ചെലവ്, ഒരുപാട് പേരുടെ അധ്വാനം. എന്നിട്ട് ഇദ്ദേഹം വീണ്ടും മത്സരിക്കുക. എന്തിനാ? അതവര് രാജിവെക്കണ്ടായിരുന്നല്ലോ. അദ്ദേഹം വീണ്ടും മത്സരിക്കുന്നതിന്റെ പ്രസക്തി എന്താ? നിങ്ങൾ ചോദിക്കും. നിങ്ങൾ ഇതുവരെ നിങ്ങൾ കേക്ക്. നിങ്ങൾ ഇതുവരെ നിങ്ങൾ ചോദിച്ചിട്ടില്ല ആ ചോദ്യം. നിങ്ങൾ ആ ചോദ്യം ചോദിച്ചിട്ടില്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് LDF ക്യാമ്പുകൾ പ്രചരിപ്പിക്കുന്ന, മനസ്സിലായില്ല? അങ്ങനെ ഒരു സതീശനസുമില്ല. ഒരു UDF-ഇസമുണ്ട്. UDF-ന് നിലപാട്. സതീശൻ ഒറ്റയ്ക്കൊരു നിലപാടില്ല. മനസ്സിലായില്ല? പിണറായി അവിടെ ചിലപ്പോ അദ്ദേഹം പോക്കറ്റിൽ നിന്നൊരു കടലാസ് എടുത്ത് ഇതാണ് തീരുമാനം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഓക്കെ എന്ന് പറയും. ഇവിടെ VD സതീശൻ പോക്കറ്റിൽ നിന്നൊരു കടലാസ് എടുത്ത് ഈ ചെറുപ്പക്കാരനായ BSOE പോലും ചോദ്യം ചെയ്യും സതീശനെ. ചോദ്യം ചെയ്യും. അത് ശരിയല്ലല്ലോ, പ്രതിപക്ഷ നേതാവ് എന്ന് പറയും. അതാണ് UDF-ഉം കോൺഗ്രസും ഒക്കെ. അതുകൊണ്ട് സതീശന് UDF-ഇസമുണ്ട്. UDF-നൊരു